ശ്വസിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതേപോലെയാണ് എനിക്ക് സ്തോത്രം സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം തിരുവചനം പറയുന്നു, ചത്തുപോയാൽ സ്തുതിക്കേണ്ട കാര്യമില്ല, എന്നാൽ ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരിക്കൽ കൊള്ളാതെ, മരിച്ചുപോയാൽ സ്തുതിക്കേണ്ട കാര്യമില്ല, പക്ഷേ ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലം കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് മഹാപുരോഹിതൻ ആണ്ടിൽ ഒരു ദിവസം പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, സ്തോത്രം, വിശുദ്ധ സ്ഥലത്തിനും അതിപരിശുദ്ധ സ്ഥലത്തിനും മധ്യത്തിൽ 4 കളറുള്ളതായ ഒരു കർട്ടനുണ്ട്. ആ 4 കളറുള്ളതായ കർട്ടനെ തള്ളി മാറ്റിയിട്ട് സ്തോത്രം മഹാപുരോഹിതൻ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മഹാപുരോഹിതൻ പ്രവേശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ജീവനുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അദ്ദേഹത്തിൽ എന്തെങ്കിലും അതേ പാകപ്പിഴയുണ്ടെങ്കിൽ, പാപമുണ്ടെങ്കിൽ അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ താൻ മരിച്ചു പോകും. ഹോളി റവറൻഡ് ചത്തോ ജീവനോട് ഉണ്ടോ എന്ന് ജനത്തിന് കണ്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ആ സാഹചര്യത്തിൽ അവർ കേട്ടാണ് മനസ്സിലാക്കുന്നത്, റവറൻഡ് ചത്തിട്ടില്ല, ജീവനോടെയുണ്ട്. ഒരിക്കൽ കൂടെ മഹാപുരോഹിതൻ മരിച്ചിട്ടില്ല, മഹാപുരോഹിതൻ ജീവനോടെ ഉണ്ടെന്ന് അവർ കണ്ടല്ല മനസ്സിലാക്കുന്നത്, അവർ കേട്ടാണ് മനസ്സിലാക്കുന്നത്. അടുത്തിരിക്കുന്നവർ ആത്മീയമായി ചത്തിട്ടില്ല. മുൻപിൽ പിൻപിൽ ഇടത് വലത് ഇരിക്കുന്ന ഇവരുണ്ടല്ലോ, ഇവരൊന്നും ചത്തിട്ടില്ല, ഇന്ന് പകൽ ജീവനോടെ ഉണ്ട് എന്ന് തിങ്കൾ മുതൽ ശനി വരെ അവർ വീട്ടിൽ പോയി കണ്ടല്ല അറിയുന്നത്. ഞായറാഴ്ച വന്നിരുന്ന ഇടത് വലത് മുൻപിൽ പിൻപിൽ സ്തുതിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അറിയാം ചത്തിട്ടില്ല, ജീവനോടെയുണ്ട്. ആരാണ്ട് എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇവിടെ ഭയങ്കര ബഹളമാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ഉള്ളതെല്ലാം ജീവനുള്ളതാണ്. ഈ VVIPകൾക്കുള്ള ഏറ്റവും വലിയ കുഴപ്പമാണ് BP അല്പം കൂടുതലാണ്. അതുകൊണ്ട് അതേ BP കൂടുതലുള്ളവർക്ക് ശബ്ദം അല്പം പോലും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എൻ്റെ ബൈബിൾ പറയുന്നു, അതേ ദൈവം വസിക്കുന്നത് അപ്പുറത്തെ ഖബർസ്ഥാനിലല്ല, അപ്പുറത്തെ സെമിത്തേരിയിലല്ല ദൈവം വസിക്കുന്നത്, സ്തുതികളുടെ മധ്യത്തിൽ ദൈവം വസിക്കുന്നു. ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ, ചത്തതെല്ലാം വീട്ടിൽ പോകട്ടെ.